എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ തയ്യാറ്. ദയ ഒന്നും തെളിയിക്കണ്ട. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാതെ ദയ ഇങ്ങോട്ട് തിരിച്ചു വരാൻ തയ്യാറാവൂ? അത് ഞാൻ ദയോട് സംസാരിച്ചോളാം. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അണ്ണനോടും പറയാം. ദയ സമ്മതിക്കുന്ന തന്നെയാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ. എങ്കിൽ പിന്നെന്താ, ദയ നാളെ തന്നെ ഇങ്ങോട്ട് വരട്ടെ, അല്ലേ ശബരി? വരട്ടെ. വണ്ടിയൊന്നുമില്ല ഇവിടെ, ഇല്ലെന്ന് തോന്നുന്നു. ആരുമില്ലെന്ന് തോന്നുന്നു. ആന്റി ആരുമില്ലല്ലോ. വേഗം. ആരുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. നന്നായി. ആന്റി വേഗം തുറക്ക്. ഓ, അയ്യോ, വാതിലടച്ചില്ല. ഓ, എന്റെ ആന്റി, ഇന്ന് നിന്നിവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യം. അല്ലെങ്കിലേ അവൻ ഈ ബാഗ് ഏതാന്നൊക്കെ ചോദിച്ചേനെ. എന്റെ പേടി സത്യനോ സോനയോ ഇവിടെ ഉണ്ടാവൂന്നായിരുന്നു. എന്തായാലും ഒരു പരിക്കും കൂടാതെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നല്ലോ. അയ്യോ എന്റെ അമ്മോ. ഇനി നമുക്ക് ഈ ബാഗും തുറന്നു നോക്കിയാലോ? ആന്റി ആന്റി തന്നെ ഐശ്വര്യമായിട്ട് അങ്ങ് തുറക്കാം. മിനിമം 25 ലക്ഷം രൂപയെങ്കിലും ഈ ബാഗിൽ കാണുമെന്ന് എന്റെ പ്രതീക്ഷ. ഹർഷേ, എങ്കിലേ നമുക്ക് ആ മുരുകനെ പറഞ്ഞതിനേക്കാൾ 1 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കണം. അല്ല, അവന് നമ്മൾ 2 ലക്ഷം കൊടുക്കാന്നല്ലേ പറഞ്ഞേ? ഒരു 3 ലക്ഷം കൂടെ ചേർത്ത് അവന് 5 ലക്ഷമായിട്ടും കൊടുക്കാം. ആ മുരുകനെ കൊണ്ടേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യിക്കാനുള്ളതാ. ഓ ശരി, 5 എങ്കിൽ 5. നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എന്നാലുമേ നിന്റെ കണക്കും പ്രകാരം ഇതിൽ 20 ലക്ഷം ബാക്കി കാണുമല്ലോ. ആന്റി, എനിക്കതിനേക്കാളും സന്തോഷം ആ വീടിന്റെ രജിസ്ട്രേഷൻ മുടങ്ങല്ലോ എന്ന് ഓർത്താ. ഓ, അത് മുടങ്ങിയാലുള്ള ആ അനുപമയുടെ അവസ്ഥ ആന്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ അവളിവിടെ നിൽക്കില്ല ഹർഷേ. മാനക്കേട് ഭയന്ന് അച്ഛനും മോളും അടുത്ത വണ്ടിക്ക് നാട് പിടിക്കും. അത് മനസ്സിൽ കാണാൻ എന്തൊരു സുഖം ആന്റി. അല്ല, ആ മുരുകനെ ഈ ബാഗ് തട്ടിപ്പറിച്ചതിന്റെ തെളിവൊന്നും കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഏയ്, ഒരു തെളിവും കിട്ടാൻ പോകുന്നില്ലെന്നേ. ദേ, നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ബാഗ് എത്തിക്കുന്നത് വരെ ഒരു കുഞ്ഞു പോലും കണ്ടിട്ടില്ലെന്നല്ലേ അവൻ പറഞ്ഞത്. അത് ശരിയാ. ഇനി മുരുകനെ പോലീസ് പിടിച്ചാൽ പോലും അവൻ നമ്മുടെ പേര് പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് മതി, അത് മതി. ആന്റി, ഇനിയും കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. ആന്റി പെട്ടെന്ന് ഈ ഭാഗം തുറക്ക്. ആന്റി, ആരെങ്കിലും വരുന്നത് നടച്ചേ. ആരുമില്ല, തുറക്കല്ലേ? തുറക്ക്. തുറക്ക ആന്റി. ആന്റി ഇവിടെ നോക്ക്, ഇപ്പുറത്ത്. ഓ, നോക്കട്ടെ. ഓ, ഇങ്ങേരുടെ ഒരു വാട്ടർ ബോട്ടിൽ. എന്താ പുസ്തകം? അയ്യോ, ഇതിലൊന്നും ഇല്ലയോ? അയ്യോ ആന്റി, ഇതിൽ പണം മാത്രം കാണാനില്ലല്ലോ. മാഷ് പണവുമായിട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ കണ്ടതല്ലേ? അതെല്ലോ ആന്റി, ഇതിലെന്തോ ചതി പറ്റിയിട്ടുണ്ട്. ആ മാഷ് പണം എടുക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനായാലും ബാഗോട്ട് ബാങ്കിൽ പോയത്? അല്ല, എവിടെ ചതി പറ്റിയെന്ന് ഹർഷയ്ക്ക് സംശയം. അല്ല, ഇനി മുരുകനെങ്ങാനും പണം എടുത്ത് മാറ്റിയതാണോ? അല്ലാതെ ആ പണം നഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ല ആന്റി. അവൻ ആ മുരുകൻ തന്നെ ചെയ്തിരിക്കാനാ സാധ്യത. എങ്കിലേ അവനെ വെറുതെ വിടരുത്.
അവനെ വിളിക്ക ഹർഷേ. ഇപ്പൊ തന്നെ വിളിക്കേ. വിളിക്കാം. അവൻ ആ കാശുമായിട്ട് മുങ്ങുന്നതിന് മുമ്പേ തന്നെ വിളിക്കണം. വിളിച്ചല്ലേ? ഫോൺ അവിടെ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. വേഗം വിളിക്കേ. അയ്യോ ആന്റി, ഇനി അവൻ നമ്മുടെ കോൾ എടുക്കണമെന്നുമില്ല. ചിലപ്പോ അവൻ ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് കാണും. വിളി. റിങ് ചെയ്യുന്നുണ്ട് അല്ലി. എടുക്കുമെന്ന് നോക്കാം. ആരാ വിളിക്കുന്നേ? ആ മേഡം. ആ മേഡം ഹാപ്പി അല്ലേ? ബാഗ് തുറന്നോ? ആ അതേടാ, തുറന്നു. ഹാപ്പി ആയത് നീയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എടാ മുരുകന്റെ മോനെ, നിന്നെ ഞാൻ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചിട്ട് നീ എന്നെ ചതിച്ചല്ലേടാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ നിങ്ങളെ ചതിച്ചെന്നോ? നീ പിന്നെ എന്തോ പറയുന്നേ? എടാ കള്ള, നീ ആ ബാഗ് തുറന്നു പോലും നോക്കിയില്ലെന്ന് പറഞ്ഞല്ലേ ഞങ്ങളെ ആ ബാഗ് ഏൽപ്പിച്ചത്. എന്നിട്ട് അതിലുണ്ടായിരുന്ന പണം എവിടെടാ? പറയടാ. പണം എവിടെയാണെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? ആ ബാഗ് എന്റെ കയ്യിൽ കിട്ടിയ ശേഷം അതിന്റെ സിപ്പാരും തുറന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഞാനും എന്റെ കൂടെയുള്ളവരും പണി പാളാതെ ഒരു കൊട്ടേഷൻ ചെയ്യുന്നുള്ള ആശ്വാസം നിൽക്കുക. പറഞ്ഞതിലും കൂടുതൽ പ്രതിഫലം തന്ന് നിങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന പ്രതീക്ഷിച്ചപ്പോ ഞങ്ങളെ തേച്ചു വിടാനാണോ പ്ലാൻ? എന്തൊക്കെയാ പറയുന്നേ? ബാഗില് പണം എടുത്ത് മാറ്റി ഞങ്ങളെ ചതിക്കാൻ നോക്കിയ 2 പെണ്ണുങ്ങളെയും ഈ മുരുക അഴിയണിക്കും. എനിക്ക് ജയിലൊരു പുത്രിയല്ലെന്ന് അറിയാലോ. എടാ മുരുക, നീ വാദിയെ പ്രതിയാക്കാൻ നോക്കല്ലേ. എടാ മുരുക, സത്യമായിട്ട് ഞങ്ങൾ ആ ബാഗ് തുറന്നു നോക്കിയപ്പോ അതിൽ കാശൊന്നും ഇല്ല. എടാ ഞങ്ങൾ വിചാരിച്ചത് അത് നീ എടുത്ത് കാണുമെന്നാ. അതെ മുരുക, ഞങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാ. ആ ബാഗിനകത്ത് ആ മാഷിന്റെ കുറെ സാധനങ്ങളല്ലാതെ വേറൊന്നുമില്ല. എടാ അയാളിനിയും ആ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാതെയാണോ ഇറങ്ങിയത്? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ അന്വേഷിക്കും. അയാളുടെ കയ്യിലെ ബാഗ് അടിച്ചു മാറ്റി നിങ്ങളുടെ കയ്യിലെത്തിക്കുക. അതാണ് നമ്മൾ തമ്മിലുള്ള ഡീൽ. ഞങ്ങളത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നും വേണ്ട. പറഞ്ഞ 2 ലക്ഷം രൂപ എത്തിച്ചേക്കണം. അല്ല മുരുക, അത് കൂടുതലൊന്നും വേണ്ടെന്നേ. ഓൺലൈൻ പേയ്മെന്റ് ചെയ്താൽ മതി. 24 മണിക്കൂർ സമയം തരാം.